നമസ്കാരം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചെങ്കിലും വിദ്യാർത്ഥികൾ പിന്നോട്ടില്ല. പ്രധാന്റെ രാജി ആവശ്യത്തിൽ സർക്കാർ നാളെ ഉച്ചവരെ സമയം തേടിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 3:30 വീണ്ടും CJP പ്രതിനിധികളുമായി ചർച്ച നടത്തും. ചോദ്യചോർച്ചയിൽ കർശന ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണം, അതിവേഗ കോടതികൾ എന്നിവ ഉറപ്പു നൽകുകയും പ്രധാനമന്ത്രി ഇന്നലെ അർദ്ധരാത്രി വീഡിയോ സന്ദേശം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രാജ്യത്തെ യുവജന രോഷം തെല്ലും ശമിച്ചിട്ടില്ല. ഒരു വ്യാഴവട്ടക്കാലത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ തുടർച്ച എന്താണ്? ഈ ചർച്ചയിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് CPM-ന്റെ രാജ്യസഭാ അംഗം, ഡൽഹിയിൽ നിന്ന് ശ്രീ CR നീലകണ്ഠൻ സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ വസന്ത് സിറിയക് കോൺഗ്രസിനെ പ്രതികരിച്ച്, ശ്രീ V മനുപ്രസാദ് BJP പ്രതികരിച്ച്, ഫ്രെഡി V ഫ്രാൻസിസ് CJP-യുടെ പുതിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച നിലയ്ക്കല്ല യുവജനങ്ങളുടെ പ്രക്ഷോഭം പുരോഗമിച്ചത്. ഒരർത്ഥത്തിൽ ഊരാക്കുരുക്കാണ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിലേക്ക് സർക്കാർ എത്തുന്നു. ഇന്നലെ അർദ്ധരാത്രിക്ക് പ്രധാനമന്ത്രി സെൽഫി വീഡിയോ ഇറക്കുന്നു. കാര്യമുണ്ടാവുന്നില്ല. പുതിയ നടപടികൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം NTA സംബന്ധിച്ച്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്താനിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇക്കാര്യത്തിൽ അക്കൗണ്ടബിൾ ആവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകുന്നില്ല. ഈ വിദ്യാർത്ഥി സമരത്തിന് ഇന്ത്യൻ ചരിത്രത്തിൽ ഏത് തരത്തിലുള്ള പ്രാധാന്യം? ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിന് തുല്യമായ ഒരു വലിയ ചിത്രം ഇവിടെ വരികയാണ്. ഇവിടെ കൃത്യമായ കുട്ടികൾ സമരം തുടങ്ങി. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ, പ്രതിപക്ഷ കക്ഷികളെ അതിലേക്ക് കൊണ്ടുവന്നു. സോനം വാങ്ചുകിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നു. പക്ഷെ ഇവർക്കാർക്കും സമരം വിട്ടുകൊടുത്തില്ല. സമരം അവരുടെ കയ്യിൽ വെച്ചു. അവരുന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്. ഇപ്പോൾ ഒരു വളരെ ലളിതമായ ഒരു കാര്യം, ഒരു ചോദ്യം മാത്രം പ്രധാനമന്ത്രിയെ പോലെയുള്ള ആളുകളോട് ചോദിക്കട്ടെ. ഈ പരീക്ഷ അട്ടിമറി നടന്നിട്ട് എത്ര മാസമായി? അതിനുശേഷം പുനഃപരീക്ഷ നടത്തി. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടന്നു. 20-22 ലക്ഷം കുട്ടികൾ ദുരന്തം അനുഭവിച്ചു. അവർ ജൂൺ 6 അവിടെ സമരം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ആളുകളും കിടന്ന് ഉറങ്ങുകയായിരുന്നു ഇതുവരെ, അതോ ഇവർ വല്ല അബോധാവസ്ഥയിലായിരുന്നു, എനിക്കറിയില്ല. ഇന്നലെ രാത്രി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാവുകയും, ബുദ്ധന്റെ പോലെ ബോധോദയം ഉണ്ടാവുകയും, ഞാനിതാ NTA-യിൽ മാറ്റം വരുത്താൻ പോകുന്നു, നിയമം കൊണ്ടുവരാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന സമരം മർമ്മത്ത് കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആകെ രക്ഷിക്കാനുള്ളത് NTA, ഈ മന്ത്രിയെ മാത്രമാണ്. എന്തുകൊണ്ട് മന്ത്രിയെ സംരക്ഷിക്കുന്നു? എന്തുകൊണ്ട്? അതിന് കാരണം ഇത് മന്ത്രി മാത്രം ചെയ്ത കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ വേറെ ഒരുപാട് പേർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പൊ 47 ജീവനക്കാരെ പിരിച്ചുവിട്ടുണ്ടായില്ല. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർന്ന വഴികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാതെ ഒരു കാരണവശാലും ഈ സമരം പോകില്ല. ഇപ്പോൾ വാങ്ചുക്ക് ഒരു പക്ഷേ ഒത്തുതീർപ്പിന് പോയേക്കാം. വാങ്ചുക്ക് അല്ലല്ലോ സമരം തുടങ്ങിയത്. നാളെ പ്രതിപക്ഷം ഒത്തുതീർപ്പിന് പോകുമെന്ന് എനിക്കറിയില്ല, പോയേക്കാം. അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി സമരത്തിലേക്ക് വരുന്നതും ഇന്ന് ഇപ്പൊ പെല്ലറ്റുള്ള കുട്ടിയെ കാണിച്ച് നമ്മളോട് പറഞ്ഞ കാര്യം വളരെ ക്ലിയർ. എന്തിന് പെല്ലറ്റ് ഉപയോഗിച്ചു? ഇത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ പെല്ലറ്റ് വേണ്ട, സമരം വേണ്ട, ആളുകളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 16 ഇത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യില്ല, ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാവില്ല, ഇത്രയും ആക്രമണം ഉണ്ടാവില്ല, ലോക ശ്രദ്ധ കിട്ടില്ല. ഗവൺമെന്റ് പരമാവധി വിചാരിച്ചത് ഇവരെ ഒതുക്കാന്ന്. ഈ കുട്ടികൾ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ഡൽഹിയിലെ കുട്ടികൾ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഭാഗത്തും യുവാക്കൾ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രശ്നം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയ പ്രശ്നത്തിന് മറുപടി പറയണം. ആ രാഷ്ട്രീയ പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നത് തന്നെയാണ്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ സമരമായോ ഒന്നും പറ്റില്ല. ഗവൺമെന്റ് ഫീൽ ചെയ്തു എന്ന് മനസ്സിലായല്ലോ അഭിലാഷേ. ഗവൺമെന്റിനെ നന്നായി അടിമർമ്മത്തിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വീണെടുത്ത് കിടന്ന് ഉരുളുന്ന തട്ടിപ്പ് പരിപാടിയാണ്. അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇതൊക്കെ ഇരുന്നോട്ടെ, നിയമം ഭേദഗതി ചെയ്യട്ടെ, കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ, എല്ലാം വരട്ടെ. ആ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കട്ടെ. ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് 1 കോടി കൊടുക്കാം എന്ന് പറയുന്നു. എനിക്കറിയില്ല, നിങ്ങൾ വാർത്തകളിൽ നിന്ന് പറഞ്ഞാണ്. അത് ചെയ്യട്ടെ.
പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രശ്നം. ഈ കുട്ടികൾ അരാഷ്ട്രീയവാദികളാണെന്നല്ലേ പറഞ്ഞ്? ഈ കുട്ടികൾ കൃത്യമായ രാഷ്ട്രീയമാണ് ഉന്നയിച്ചത്. കാരണം ഇവിടെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എല്ലാ സ്ഥാപനങ്ങളുടെയും വിശ്വാസം നശിപ്പിച്ച ഒരു സർക്കാരാണിത്. നമുക്കറിയാം, സുപ്രീം കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം EDയും CBIയും റിസർവ് ബാങ്കും പ്ലാനിംഗ് കമ്മീഷനും ഇല്ല, ഭരണഘടന ഏതൊക്കെ സ്ഥാപനം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പൊളിച്ചടിക്കുക ഒരു സർക്കാരാണ്. ഇതാ ഇവരിവിടെ അതിനെതിരെയാണ് ചോദ്യം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി വരണമെങ്കിൽ അത് കേവലം NTL ഒരു ഉദ്യോഗസ്ഥനോ ഡയറക്ടറോ പോരാ. ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ്? അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പോയില്ലെങ്കിൽ അത് പോകേണ്ടി വരിക നരേന്ദ്രമോദി ആയിരിക്കും. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഒരു അംഗമാണ്. ക്യാബിനറ്റ് കൂട്ടുത്തരവാദിത്തമുള്ളതാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്, പെടും എന്ന് വന്നപ്പോഴാണ് ഇത്തരം ഗിമ്മിക്സുകൾ വരുന്നത്. ഞാൻ ഗിമ്മിക്സ് എന്ന് പറയുന്നത് ഇതിപ്പോ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല, എന്നേ ചെയ്യേണ്ട കാര്യം, എന്നേ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ഇത് അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സമരം ഉണ്ടാവില്ലല്ലോ അഭിലാഷേ, സമരം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു കൊല്ലമല്ല ഇവിടെ പ്രശ്നം. ആരോ ഇന്നലെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയാണ് ഒരു കണക്ക് പറഞ്ഞു. 1.32 ലക്ഷം കോടി രൂപയാണ് ഓരോ വർഷവും കുട്ടികളും അവരുടെ കുടുംബങ്ങളും ഇതിന് ചെലവാക്കുന്നത്. അവരുടെ അവരുടെ ആസ്പിറേഷൻസ്, അവർക്കുണ്ടാകുന്ന നിരാശ. ഇപ്പൊ ഇതിൽ തന്നെ പുനഃപരീക്ഷ നടത്തിയപ്പോൾ 1.5 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയില്ല എന്നാണ് കണക്ക് വരുന്നത്. ആ കുട്ടികൾ എവിടെ പോയി? ആദ്യം പരീക്ഷ എഴുതി രണ്ടാമത് എഴുതാത്ത കുട്ടികൾ എവിടെ പോയി? അവരൊക്കെ കള്ളന്മാരാണ്. അവർക്ക് എഴുതാൻ കഴിയില്ല, കാരണം അവരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം അതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ 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 കൃത്യമാണ്, ഈ രാജ്യത്തെ യുവാക്കൾ ഒരു ചോദ്യം, രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. ഇത് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം വേണമെന്നില്ല. അവരുന്നയിച്ചത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ സ്ഥാപനം ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണോ? സുപ്രീം കോടതി പോലും ഇപ്പൊ മാറ്റിയില്ലേ നിലപാട്? അത് ഞങ്ങൾക്ക് വീഡിയോ കാണണ്ട, അവർ പിന്നെ ഏത് വീഡിയോ കാണാൻ പോണേ എനിക്കറിയില്ല. ഇപ്പൊ വീഡിയോ കാണാൻ സമ്മതിച്ചല്ലോ. എന്താ വീഡിയോ കാണാൻ സമ്മതിച്ചത്? രാഹുൽ ഗാന്ധി പബ്ലിക്കിന് മുമ്പിൽ കാണിച്ചല്ലോ. ആ കുട്ടിയുടെ വീഡിയോ കാണണ്ടേ? ആ കുട്ടിയുടെ മേല് അതുപോലെയുള്ള ആളുകളുടെ മേൽ പെല്ലറ്റിട്ടത് കാണണ്ടേ? അപ്പൊ തീർച്ചയായും വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രശ്നം വന്നിരിക്കുന്നു. ഇതിൽ പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ ഉറച്ചു നിന്ന് ഈ കുട്ടികളുടെ സമരം വിജയിപ്പിക്കുന്നവരെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ശ്രീ ഫ്രെഡി വി ഫ്രാൻസിസ്, കേന്ദ്ര സർക്കാർ ഒരു ആവശ്യം ഒഴികെ ബാക്കിയെല്ലാം അംഗീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം ഒഴികെ ബാക്കിയെല്ലാം അംഗീകരിച്ചു. നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം, സമരം ചെയ്ത ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ എഗ്രി ചെയ്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, NTA പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ്, അതിന്റെ പ്രഖ്യാപനം വരികയാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം കർശനമാക്കുന്നു, ശിക്ഷ കടുപ്പിക്കുന്നു എന്ന കാര്യം പ്രധാനമന്ത്രി പറയുന്നു. ഈ കേസുകൾ വിചാരണ ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഈ സമരം വലിയ വിജയമാണ്. സമരം മുന്നോട്ട് വെച്ച ആശയം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. 2 മാസം മുമ്പ് എടുക്കേണ്ട നടപടികൾ ഈ സമരത്തിന്റെ തീച്ചൂളയിൽ ഒടുവിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കൺസീഡ് ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. സമരം അവസാനിക്കുമോ? അല്ല, നമ്മൾ സമരം തുടങ്ങിയത് തന്നെ ഇതിന്റെ അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നീലാണ്ടൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ സമരം ചെയ്യാൻ വേണ്ടി വന്നത്. നമ്മളുടെ കൂടെ അന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളടക്കം ഉണ്ടായിരുന്നു. അവരിപ്പോഴും നമ്മളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവരും നമ്മളുടെ കൂടെ തന്നെ തുടർന്ന് മുമ്പോട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അക്കൗണ്ടബിലിറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ആരാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ഒന്നാമത് നമ്മുടെ പ്രധാനമന്ത്രി രാത്രി ഒരു റീൽ ചിത്രീകരണം വിത്ത് സ്ക്രിപ്റ്റ് വിത്ത് ടെലിപ്രോംപ്റ്റർ രാത്രി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു തീയുണ്ട്. എന്താണാവോ പ്രധാനമന്ത്രി രാത്രി പറയാൻ പോകുന്നത് എന്നൊരു തീ എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലുണ്ട്. അപ്പോ ഇത് തന്നെ ഈ വീഡിയോ പുറത്തു വന്നതിൽ പിന്നെ ഇപ്പോ BJP IT സെല്ലും BJP ഹാൻഡിൽസും ഒക്കെ പറയുന്ന നറേറ്റീവ്സിനെതിരാണ് പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത് തന്നെ. ഒന്ന്, ഇങ്ങനെയുള്ള പ്രശ്നം കൂടുതൽ കുട്ടികളെ അഫക്ട് ചെയ്തു എന്നതിൽ അവർ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വെച്ച ആവശ്യങ്ങൾ എല്ലാം ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു.
പിന്നെ ആദ്യം പറഞ്ഞ ആവശ്യം നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ പോകുമെന്ന് കാണാം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ നമ്മളുടെ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ നേരെയുണ്ടായ പോലീസ് അതിക്രമം, അത് പെല്ലറ്റ് മാത്രമല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടിയർ ഗ്യാസ് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ട് ഉണ്ട്. മൈനറായിട്ടുള്ള കുട്ടികളെ പോലീസ്, ഡൽഹി പോലീസോ അല്ലെങ്കിൽ ഡൽഹി പോലീസിന്റെ വേഷത്തിൽ വന്ന ഗുണ്ടകളോ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണാം എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് കാണാം. സമരമായിട്ട് എന്തായാലും മുമ്പോട്ടാണ്. ശരി, ശ്രീ വസന്ത് സിറിയക്, ഇതിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കും ധാരാളം പഠിക്കാനുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ കൺവിക്ഷൻ എത്ര വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ദിവസം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വേണ്ടി ഈ വിദ്യാർത്ഥികളെ സമീപിക്കുന്നു, ചർച്ച നടക്കുന്നു, അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു. മന്ത്രിയുടെ രാജി എന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞില്ല, നാളെ ഉച്ചയ്ക്ക് 2:30 വരെ സമയം തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ സമരക്കാരോട് ടൈം ബൈ ചെയ്യുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. ഈ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിന്, ഈ വിദ്യാർത്ഥികളുടെ രോഷത്തിന് അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മാതൃക കൂടിയാണ്. ഏത് ജനാധിപത്യ സംവിധാനത്തിനും അതിൽ മാതൃക കാണാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയിൽ ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ സർക്കാരിനെ തിരുത്തുകയാണ്, തിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കാമോ? ഉറപ്പായും ശ്രീ അഭിലാഷ്, നമുക്കറിയാമല്ലോ ലോകത്തെ എല്ലാ തിരുത്തലുകളും ആദ്യം പിന്നീട് അതൊരു വിപ്ലവമായി ഇറങ്ങിപ്പുറപ്പെടുന്നത് കലാലയമുറ്റങ്ങളിൽ നിന്നുമാണ്. അത് രാജ്യത്ത് തന്നെ എല്ലാ കാലത്തും ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. JP മൂവ്മെന്റും എല്ലാം വിദ്യാർത്ഥികളുടെ ചിറകിലേറി തന്നെയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയാൽ അവർക്ക് നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കാതെ പുറകോട്ട് പോകത്തില്ല എന്നൊരു നിശ്ചയദാർഢ്യമുണ്ട്. അവർക്ക് ആരുമായി സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് അതിനപ്പുറത്തേക്കൊന്നും നേടാനുമില്ല. ഒരുപക്ഷെ ഈ തെരുവിൽ വന്ന വിദ്യാർത്ഥികളുടെ 90% നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ അങ്ങനെ ആസ്പയറൻസ് പോലും അല്ലായിരിക്കും. അവർ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നവരായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ പൗരബോധം അവരെ ഉണർത്തി എന്നുള്ളതാണ്. അത് തീർച്ചയായും അംഗീകരിക്കേണ്ടതാണ്. അതിൽ പഠിക്കാനും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സമരം എന്നോ തുടങ്ങിയതാണ്. കഴിഞ്ഞ നീറ്റ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്കുള്ളിൽ നടത്തുന്ന പ്രസംഗവും പിന്നീട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഡിമാൻഡിന്റെ പുറത്താണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പാർലമെന്റിൽ ടേബിൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നീട് അങ്ങയുടെ തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, റിയാകുമാർ താബയും രാജേഷ് മാളിനെയും ഒക്കെ നാട്ടിൽ പോയി, ഉത്തരാഖണ്ഡിൽ പോയി 25,000 വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഛത്രക്കെ ഗൂഞ്ച് എന്ന് പറഞ്ഞൊരു വലിയ നേഷൻ വൈഡ് പ്രോഗ്രാമുമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രോഗ്രാമിനാണോ ഇവരുടെ പ്രോഗ്രാമിനാണോ സ്ക്രീൻ ടൈം കിട്ടിയത് എന്ന് തുലനം ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയുമല്ല, അത് കോൺഗ്രസ്സുകാർ നടത്തിയ പോലും ശരിയല്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എവിടെയാണ് പ്രശ്നം? ഇപ്പോൾ അഭിലാഷ് നോക്കൂ, ഈ ഒരു കോഴിക്കൂട്ടിൽ നിന്ന് സ്ഥിരമായി കോഴിയെ കാണാതെ പോകുന്നു. കോഴിയെ കള്ളനെ നാട്ടുകാർ, അവിടെ പോലീസ് പിടിക്കുന്നില്ല, വേറെ ആരും ചെയ്യുന്നില്ല. പക്ഷെ കോഴിക്കൂട് തുറന്നിട്ട് കൊടുത്ത കള്ളനെ നാട്ടുകാർ ചേർന്ന് പിടിക്കുന്നു. ഉടനെ പോലീസ് പറയാണ്, ഞങ്ങൾ കോഴിക്കള്ളനെ വെറുതെ വിടും, പക്ഷെ ഒരു കാര്യം ചെയ്യാം, കോഴിക്കൂട് കുറച്ചും കൂടെ ഹൈടെക് ആക്കി തരാം, അതിൻ്റെ സുരക്ഷ കൂട്ടാം, നാളെ കോഴിക്കൂടിന് 4 പോലീസുകാരെ സെക്യൂരിറ്റി ഇട്ട് തന്നേക്കാം എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? നോക്കൂ, ഈ കൊള്ളയുടെ NTA എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന് ആ NTAയിൽ 36 നോൺ പെർമനന്റ് സ്റ്റാഫിനെയും 126 വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ട്രാൻസ്ഫേർഡ് സ്റ്റാഫിനെയും കൊണ്ടുവന്നിരുത്തി അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ല പെർമനന്റ് ആയിട്ട്. നമുക്ക് ചോദ്യം ചോദിക്കാൻ, NTA ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ NTA എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ രാജ്യത്ത് 68 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷം പരീക്ഷ എഴുതുന്ന സംവിധാനത്തെ തച്ചു തകർത്തത് അത് ധർമ്മേന്ദ്ര പ്രധാനാണ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ആ കോഴിക്കള്ളൻ, കോഴിക്കേട് സ്ഥിരമായി തുറന്നിട്ട് കൊടുക്കുന്ന, കുറുക്കന് കോഴിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സ്ഥിരമായി കുറുക്കൻ വരുന്ന സമയം നോക്കി കോഴിക്കൂട് മലക്കെ തുറന്നിട്ട് കൊടുക്കുന്ന കള്ളൻ ധർമ്മേന്ദ്ര പ്രധാനാണ്. ആ പ്രധാനെ വെറുതെ വിട്ടിട്ട് കോഴിക്കൂടിന് സുരക്ഷ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ നാളെ തൊട്ട് കോഴിയെ കാണാതെ പോയാൽ ഞങ്ങൾ പകരം കോഴിയെ തന്നേക്കാം, അതായത് റീടെസ്റ്റിംഗ് നടത്തിയേക്കാം എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. NTA എന്ന് പറയുന്ന സംവിധാനത്തിൽ സമ്പൂർണ്ണമായ അഴിച്ചുപടി വേണം. അതിവർ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ വിമർശനം ഉന്നയിച്ചതാണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെർമനന്റ് ആയിട്ട് ഒരാൾ പോലും ഇല്ല. ഇപ്പോൾ ഈ എക്സാം നടത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് എക്സാം നടത്തിപ്പ് കൊടുക്കുകയാണ്. ഏത് കമ്പനിയാ? മുമ്പ് CBSE പരീക്ഷയിലടക്കം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് എക്സാം നടത്തിപ്പ് കൊടുക്കുന്നത് ഏത് ഇച്ഛയുടെ പുറത്ത്, ഏത് താല്പര്യത്തിന്റെ പുറത്ത്
പുറത്താണ് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. NDA ആകെ NDAക്കാരാണ് എന്ന് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നതാ. അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നല്ലോ. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ എന്തിന് രാജിവെക്കണം എന്നാണ് ഇവരുടെ ചോദ്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് തന്നെ ധർമ്മേന്ദ്രൻ എന്നാണ്. ധർമ്മേന്ദ്രന്റെ അർത്ഥം ധർമ്മത്തിന്റെ ദൈവം എന്നാണ്. ഒരു ധാർമ്മികതയുടെ ഉത്തരവാദിത്തം ഏറ്റവും കുറഞ്ഞ പക്ഷം കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ 56-ൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ട്രെയിൻ അപകടത്തിന്റെ പേരിലാണ് രാജിവെക്കുന്നത്. 95-ൽ പ്ലെയിൻ അപകടം ഉണ്ടായതിന്റെ പേരിൽ മാധവ് റാവു സിന്ധ്യ രാജിവെച്ച് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി BJP-ക്കാർക്ക് അവരുടെ എക്സാമ്പിൾ വേണമെങ്കിൽ വാജ്പേയി ഗവൺമെന്റിൽ 99-ൽ നിതീഷ് കുമാർ രാജിവെക്കുന്നത് ഒരു ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ രാജ്യത്ത് 1, 2, 3, 4 എന്നെടുത്ത് കാണിച്ചാൽ പേരിൽ ധർമ്മേന്ദ്രൻ ഇല്ലാതിരുന്നവർ, പേരിൽ ധർമ്മമില്ലാതിരുന്നവർ പലരും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചൊഴിഞ്ഞ പാരമ്പര്യം നമ്മുടെ രാഷ്ട്രീയത്തിനുണ്ട്. അവിടെയാണ് 156 പേപ്പറുകൾ, ഒന്നും രണ്ടല്ല 156 പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 26 ആത്മഹത്യ ഉണ്ടാകുന്നു. എന്നാൽ വേറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 98 എന്നാണ് കണക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സമ്മതിക്കുന്നു 26. പോട്ടെ, 26 എങ്കിൽ 26. ആ 26 കുട്ടികൾക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടും കമാന്നൊരു അക്ഷരം മിണ്ടാൻ ധർമ്മേന്ദ്ര പ്രധാനോ ആ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രധാനിയായ പ്രധാനമന്ത്രിക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തെരുവിലേക്ക് ജനമിറങ്ങും, തെരുവിലേക്ക് യുവത ഇറങ്ങും, വിദ്യാർത്ഥികൾ ഇറങ്ങും. അവരെ കൈകാര്യം ചെയ്യുന്ന ഏത് രീതിയിലാണ്? ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ചർച്ചയിൽ പറഞ്ഞു, ലെറ്റ്സ് ഹാവ് എ ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അഭിലാഷ് അവര് ഡൽഹിയിലേക്ക് വന്നത്, ഈ പറയുന്ന സമരവേദിയിലേക്ക് വരുന്നത്. മോദി സർക്കാർ ബാത് കരോ ഹാവോ ഹമാരെ സാച്ചലോ എന്നതായിരുന്നല്ലോ അവരുടെ ആദ്യത്തെ മുദ്രാവാക്യം. ഞങ്ങളുടെ അടുത്ത് വരൂ, നമുക്ക് സംസാരിക്കാം, ഈ പ്രശ്നം സംസാരിച്ച് തീർക്കാമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴാണ് നെയിം പ്ലേറ്റ് ഇല്ലാത്ത സംഘ് പരിവാർ ഗൂൺസിനെ പോലീസിലേക്ക് നുഴച്ചു കയറ്റി ഇഞ്ചക്ട് ചെയ്ത് അവരെ കൊണ്ട് ബിയർ കുപ്പിയും കല്ലും പറക്കി ഈ സമരവേദിയിലേക്ക് എറിയിക്കുന്നത്. ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന, ആ സമരത്തിൽ ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിരുന്ന അദ്ദേഹത്തെ മുഖം മൂടി ഒരു ഇമോഷൻ പോലും അദ്ദേഹത്തിന്റെ വെളിയിൽ വരരുത് എന്ന കണക്കിന് ശവം എങ്ങനെയാണോ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ആ കണക്കിന് ആ സമരത്തെ കുഴിച്ചുമൂടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് ഇടപെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വേറെ സമരം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സമരം മുമ്പോട്ട് പോവുകയും ചെയ്യാണ്. പക്ഷേ ആരായിക്കോട്ടെ, CJP ആവട്ടെ, നാളെ BJP, ഇപ്പൊ മുരളി മനോഹർ ജോഷിക്ക് ഇതിനകത്ത് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നാളെ അവർ സമരത്തിൽ ഇറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. BJPയുടെ ഒരു ഫ്രാക്ഷൻ നാളെ സമരത്തിന് ഇറങ്ങിയാലും ആ സമരത്തെ ജനാധിപത്യപരമായി നേരിടണം എന്നുള്ളത് രാജ്യത്തിന്റെ ആവശ്യമാണ്. അതിനെ ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. തുടരൂ. ശ്രീ ജോൺ ബ്രിട്ടാസ് MP കൂടി നമ്മുടെ. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്നലെ അർദ്ധരാത്രിയോട് അടുപ്പിച്ചാണ് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ആയി വന്നത്. അദ്ദേഹം യുവാക്കൾക്ക് ചില ഉറപ്പുകൾ നൽകുന്നു. അതിനു മുൻപ് തന്നെ അദ്ദേഹം യുവാക്കളുടെ ഭാവിയും അവരുടെ വെൽബീയിങ്ങുമാണ് ഏറ്റവും പ്രധാനം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ഈ പേപ്പർ ലീക്ക് ഉണ്ടായാൽ അതിൽ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ രാത്രി പുതിയ പ്രഖ്യാപനം വരികയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്ന് കേൾക്കുന്നു. ഈ സമരം സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും? അഭിലാഷ്, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി ഇന്നലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പതിവിന് വിപരീതമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തലസ്ഥാന നഗരിയിൽ ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിസംബോധന കാണാൻ കഴിഞ്ഞില്ല. എന്താ കാരണം വെച്ചാൽ ഡൽഹിയിൽ മുഴുവൻ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ആണ്. ഇൻ്റർനെറ്റ് മൗലികാവകാശമാണെന്ന് കോടതിയും വിവിധ സർക്കാരുകളും പറഞ്ഞെങ്കിൽ പോലും മോഡി സർക്കാരിന് അത് അവരുടെ ഒരു ഔദാര്യം മാത്രമാണ്. പോട്ടെ, ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ പോലും അദ്ദേഹം പല വാഗ്ദാനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. അതായത് ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിച്ചുപണി ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി പ്രധാനമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് നരേഷ് പാൽ ഗംഗ്വാർ എന്നുള്ള 94 ബാച്ചിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അദ്ദേഹം ഇവിടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ 1,16,00,000 രൂപ സബ്സിഡി കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിച്ചു മാറി.
അതായത് ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകേണ്ട ഒരു പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് അതുപോലും അയൽവക്കത്തോടു കൂടി പോലും പോകാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേൽത്തട്ടിലേക്ക് പ്രതിഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഈ അടിച്ചു തെളിക്കൽ അദ്ദേഹം ആരംഭിക്കുന്നത്. എന്ത് ആത്മാർത്ഥതയായിരിക്കും ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുക. രണ്ടാമത്തെ കാര്യം, അതായത് ഇപ്പോൾ NDA ഉടച്ചു വാർക്കുന്നത്, ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഭിലാഷ്. അതായത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് എന്നെപ്പോലുള്ള MP-മാർ പാർലമെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പരീക്ഷകളും ഡൽഹിയിലേക്ക് കേന്ദ്രീകരിച്ചു. ഇപ്പം ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാലകൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഒരു സർവകലാശാലയിലേക്ക് ഒരു വിദ്യാർത്ഥി പോകാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ട് ഒരു നിയമനം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതായത് ഒരു വ്യക്തിയുടെ അഭിരുചിക്കനുസരിച്ചുള്ളൊരു ക്യാമ്പസിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാനൊരു JNUവിലൊരു വിദ്യാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ JNUവിൻ്റെ എഴുത്ത് പരീക്ഷ എഴുതിയത്. മറിച്ച് ഇവരെന്തിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരും തടയാൻ വേണ്ടിയിട്ട് ഒരു ചപ്പടാച്ചി പരിപാടി തുടങ്ങി. CUET എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കുന്നവർ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഒരു പൊതു എഴുത്ത് പരീക്ഷ പങ്കെടുത്തിട്ട് അതിൻ്റെ റാങ്ക് അനുസരിച്ച് മാത്രമേ നിയമനം നൽകുന്നു. നോക്ക് എങ്ങനെയാണ് ഇവരുടെ തന്ത്രം നോക്ക്. അങ്ങനെ എല്ലാ പരീക്ഷകളും ഇവർ ഡൽഹിയിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നിട്ട് ഞാനത് വ്യക്തമായ ബോധ്യത്തോടെ പറയുന്നതാണ്, ഈ പരീക്ഷകൾ നടപ്പിലാക്കാൻ വേണ്ടി പേരിന് 3-4 സർക്കാർ ജീവനക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാം കോൺട്രാക്റ്റാണ്. ഇപ്പം NDAയുടെ കാര്യം ഞാൻ പറയട്ടെ. ഇനിയിപ്പോൾ CBSE പരീക്ഷ നോക്ക്. CBSE എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും നിർണായകമായ പരീക്ഷയാണ്. ആ പരീക്ഷ യഥാർത്ഥം നടത്തുന്ന ആരാന്നറിയോ? സ്വകാര്യ കമ്പനികളാണ്. ഇപ്പോൾ ഹൈദരാബാദിലെ ഒരു IT കമ്പനിയായ ഗ്ലോബറീന എന്നൊരു കമ്പനിയാണ് ഈ പറഞ്ഞ ഓൺ സ്ക്രീൻ മാർക്കിങ് എൻ്റെ കരാർ ഏറ്റെടുത്തത്. ഈ ഗ്ലോബറീന കമ്പനി RSSുമായിട്ട് വളരെ നല്ല ബന്ധമുള്ളൊരു കമ്പനിയാണ്. അതായത് തെലുങ്കാനയിലെ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ കുളവാക്കിയിട്ട് കരിമ്പട്ടിയിൽ സ്ഥാനം പിടിച്ചൊരു കമ്പനിയാണ് ഈ ഗ്ലോബറീന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തിനേറെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കരിമ്പട്ടിയിൽപ്പെടുത്തിയ ഈ സ്ഥാപനത്തെയാണ് CBSE ചുമരിൽ വെച്ചുകൊണ്ട് ഈ CBSE എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് 25 ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു പരീക്ഷയുടെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഈ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇത് ബേസിക്കലി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും വന്ന വീഴ്ചയല്ല. ഇത് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടാകാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു എഴുത്ത് പരീക്ഷ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കുംഭകോണമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത സമയത്ത് ടെലിപ്രോംപ്റ്ററിലൂടെ ആണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് മോളിൽ നിന്നാണ് തുടങ്ങേണ്ടത്, താഴെ നിന്നാണ് തുടങ്ങേണ്ടത്? താഴെ ചപ്രാസിക്കരി നിലവിലെടുത്തിട്ടാണോ ഉത്തരവാദിത്വം തുടങ്ങേണ്ടത്? ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്കല്ലേ. ധർമ്മേന്ദ്ര പ്രധാൻ ആ ചുമതലയിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം ഈ സർക്കാരിനുണ്ടാവുമോ? മോഡിക്കൊണ്ടെന്ന് പറയുന്ന 56 ഇഞ്ചിൽ 1 ഇഞ്ചെങ്കിലും കുറവ് വരുമോ? മാത്രമല്ല, ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ ഒരു മന്ത്രി രാജിവെക്കുന്നെന്ന് പറയുന്നത്. എത്രയോ കേന്ദ്രമന്ത്രിമാർ ഇവിടെ രാജിവെച്ചിട്ടുണ്ട്. ഒരു വിമാന അപകടം, ഒരു തീവണ്ടി അപകടം, 1 കോടി രൂപയുടെ ഒരു കുംഭകോണത്തിന് മുകളിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ ഞങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ധാർഷ്ട്യ പ്രഖ്യാപനമാണ്. അപ്പോൾ ഈ ഇന്ത്യ മുഴുവൻ ഇതുപോലെ ഒരു രോഷാഗ്നിയിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം രാജിവെച്ചാൽ പോരാ. ഇപ്പോൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് 20-ാം തീയതി അരങ്ങേറിയിട്ടുള്ള ഒരു തേർവാഴ്ചയുണ്ട്. അതായത് ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന ഒരു എന്താ പറയുക വാദ കോലാഹലങ്ങളിൽ
ഉയർന്നു വന്ന ചില വസ്തുതകൾ അവിടുത്തെ ഹൈക്കോടതി തന്നെ അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് ഇത് അംഗീകരിക്കേണ്ട. നിങ്ങൾ നോക്കുക, അതായത് കുട്ടികൾ, നമ്മുടെ മക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടി നിൽക്കുന്നതിൻ്റെ നടുഭാഗത്തേക്ക് ടിയർ ഗ്യാസ് എറിയുക. അല്ലാതെ സാധാരണ ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ വേണ്ടി ചില മാനദണ്ഡമുണ്ട്. ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാത്രമേ ടിയർ ഗ്യാസ് എറിയാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഇവർ എറിഞ്ഞിരിക്കുന്ന ടിയർ ഗ്യാസിൽ നല്ലൊരു പങ്കും അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി പോയിസണസ് ആയിട്ടുള്ള ടിയർ ഗ്യാസുകളാണ്. നോക്കുക. 2, നമ്മുടെ മുമ്പിൽ കണ്ടതല്ലേ, ആണി അടിച്ച ലാത്തി കൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ തലങ്ങും വലങ്ങും മർദ്ദിച്ചത്. അതായത് ഈ പറയുന്ന കേന്ദ്രസേനയും പോലീസും ഗുണ്ടകളും ചേർന്ന് സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക സംഘത്തെ ഡൽഹിയിലേക്ക് ഇവരങ്ങ് പ്രതിഷ്ഠിച്ചു. തലസ്ഥാന നഗരി അവർ ഏറ്റെടുത്തു. പാവപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ തുണി, ഈ പറയുന്ന വസ്ത്രം പോലും വലിച്ചു കീറി. സാധാരണക്കാർ ഓടുമ്പോൾ ഈ കേന്ദ്രസേനയിലെ അംഗങ്ങൾ, ബാഡ്ജ് ധരിക്കാത്ത അംഗങ്ങൾ കാല് വെച്ച് അവരെ വീഴ്ത്തിയിട്ട് മറ്റവരെ കൊണ്ട് അവരുടെ നടുവിന് നോക്കി അടുപ്പിക്കുന്നു. പെല്ലറ്റുകൾ വർഷിക്കുകയാണ്. അതായത് അതിർത്തിയിലെ ശത്രുരാജ്യത്തിനെതിരെ പോലും പ്രയോഗിക്കാത്ത രീതികൾ, ഹീനമായ തന്ത്രങ്ങളാണ് ഇവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉപയോഗിച്ചത്. ഹൃദയം നൊന്തട്ടാണ് യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾ ഈ ജന്തർ മന്ദിറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം കുറച്ചു മുമ്പാണ് അവിടുന്ന് വന്നത്. അതായത് അവർക്കറിയാം അവരുടെ മക്കളുടെ ജീവിതം സുരക്ഷിതമല്ലാന്ന്. പക്ഷെ എങ്കിൽ പോലും ഒരു വലിയ ഒരു ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തിയുള്ള സമരമായതുകൊണ്ട് ഒരു ആലോചനമില്ലാതെ, ഇപ്പം ഡൽഹി നഗരം, ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഡൽഹി നഗരം യഥാർത്ഥത്തിൽ സ്തംഭിച്ചൊരവസ്ഥ. പക്ഷേ ഈ സമരത്തിന് നേരെ നടന്നിട്ടുള്ള അടിച്ചമർത്തലുകൾ പോലും വലിയ തോതിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുപ്രസാദ്, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ. ശ്രീ മനുപ്രസാദ്, ഒന്നാമത്തെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണമായ കീഴടങ്ങലാണ്. ഈ നീറ്റ് പരീക്ഷ കുളമായിട്ട് ഇത് 3ാമത്തെ മാസമല്ലേ. അപ്പോൾ NDA പുനഃസംഘടിപ്പിക്കണം, NDA ഉടച്ചു വാർക്കണമെന്ന് അത് പൊളിഞ്ഞ സമയത്ത് തീരുമാനിക്കാം, ചെയ്തിട്ടില്ല. ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായാൽ ആ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം അത് ഇപ്പോ പ്രോമിസ് ചെയ്യേണ്ട കാര്യമല്ല, അന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോതാ ഇതെല്ലാം വാഗ്ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ബൂട്ടിന് തീ പിടിച്ചു എന്നുള്ളതാണല്ലോ അതിനർത്ഥം. ഞാൻ വിചാരിക്കുന്നത് അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ നീറ്റ് പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരികയും അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഇന്ന് ജയിലിൽ കിടക്കുന്ന സാഹചര്യവും ഒക്കെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ 3 മാസത്തിനിടയിൽ എടുത്ത ഓരോരോ കാര്യങ്ങളെടുത്താൽ അത് വിദ്യാർത്ഥികളോടൊപ്പം അവർക്കിനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് കേന്ദ്ര സർക്കാർ അവരോടൊപ്പം അനുഭാവപൂർണ്ണമായി തീരുമാനിക്കുന്നത് കൊണ്ടാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ മുന്നിൽ അവർ വയ്ക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ തീരുമാനമെടുത്താൽ, അത് ഗുണകരമായൊരു തീരുമാനമാണ് എന്ന് തോന്നിയിട്ട് തീരുമാനമെടുത്താൽ അതൊരു കീഴടങ്ങലും അതൊരു പരാജയപ്പെട്ടതുമൊക്കെയായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ എതിര് പറയുന്നില്ല. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയാണ്. കാരണം ഇവിടുത്തെ സമരങ്ങളോടോ ഇവിടുത്തെ ഉന്നയിക്കുന്ന വിഷയങ്ങളോടോ എല്ലാം അനുഭാവപൂർണ്ണമായൊരു തീരുമാനമെടുക്കുന്നത് കീഴടങ്ങി പോകും എന്നുള്ളത് കൊണ്ട് എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം അനുഭാവപൂർണ്ണമായ തീരുമാനമെടുത്താൽ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായി നിങ്ങളതിനെ കാണണം. ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സൗന്ദര്യമായി കാണാം. ഈ NDA പുനഃസംഘടിപ്പിക്കുന്നതിനെ, ചോദ്യചോർച്ചയിൽ പ്രതികളാവുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനെ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനെ എല്ലാം അനുകൂലിക്കുന്നു. വൈകിയാണെങ്കിലും തീരുമാനിച്ചല്ലോ, സമരത്തിന് ഫലമുണ്ടായി, സമരത്തോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു എന്ന കാര്യത്തെ അംഗീകരിക്കാം. അപ്പോൾ അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾ എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ ഈ സമരം അവിടെ അവസാനിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ തീരുന്നതായിരുന്നില്ല ഇവിടെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ. കാരണം ഈ പരീക്ഷാ പേപ്പറും മറ്റു പ്രശ്നങ്ങളും ഈ രാജ്യത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ ചില മറ്റുള്ളവർ പറഞ്ഞതിനെക്കുറിച്ചല്ല, ഒരു MP പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്. കാരണം 2006 മുതൽ അഭിലാഷ് അങ്ങ് എനിക്ക് അവസരം തരുമെങ്കിൽ ഞാൻ ഓരോ വർഷത്തെയും കൃത്യമായ പരീക്ഷാ ലീക്കുകൾ എനിക്ക് പറയാൻ പറ്റും. കേരളത്തിലെ തന്നെ ഈ അടുത്ത ദിവസം ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തതല്ല. ഇനി പരീക്ഷാ പേപ്പർ ചോർത്തി അതിൽ കയറി പരീക്ഷ എഴുതി
ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് MBBS അഡ്മിഷൻ തേടിയ ഒരാളില്ല. പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് കാണുമ്പോൾ തന്നെ, അറിയുമ്പോൾ തന്നെ അഭിമാന പ്രശ്നം എന്ന നിലയിൽ മറച്ചു വയ്ക്കുകയല്ല, മറിച്ച് അത് തിരുത്താൻ, അത് മാറ്റാൻ തയ്യാറായി. വീണ്ടും പരീക്ഷ നടത്തേണ്ടി വന്നു, നടത്തി. കുറ്റമറ്റ രീതിയിൽ ആ പരീക്ഷ നടത്തി. ഇന്ന് ഇവിടുത്തെ ഒരു MP അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിൽ നിന്ന് പോലും ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ കോഴ വാങ്ങിയിട്ടാണ്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ നടത്തുന്നു, കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നു. അവരെല്ലാം കഴിവില്ലാത്തവരാണ്. അവർ ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായി കയറുന്നതാണ് എന്നൊക്കെയാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഈ ലിസ്റ്റിലെ നീറ്റിൻ്റെ റിസൾട്ടും പുറത്തു വന്നു. കേരളത്തിൽ നിന്ന് നിരവധി മിടുക്കരായ കുട്ടികൾ അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അവരെല്ലാം കോഴ വാങ്ങിയവരും പേപ്പർ ചോർത്തിയവരും ഈ ക്രമക്കേടിൻ്റെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാൻ എന്തോ എടുത്തു കൊടുത്തതിൻ്റെ പേരിലും ഉൾപ്പെട്ടു എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ MPയുടെ ഒരു പ്രസ്താവന മാതൃഭൂമിയിലൂടെ വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രതിഷേധാർഹമാണ്. രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞോളൂ. ആ രാഷ്ട്രീയത്തിൽ ഞങ്ങളും നിങ്ങളും അതിൽ ആവതിലേറെ പറയും, പ്രതിരോധിക്കുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടികൾ അഭിമാനത്തോടു കൂടി പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ചില സംഭവങ്ങൾ ആവർത്തിക്കാതെ തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു കൃത്യമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കി. ഇന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് 10 വർഷം തടവും 10 കോടി രൂപയുടെ പിഴയും എന്ന നിലയിലേക്കുള്ള മന്ത്രിസഭയുടെ അംഗീകാരം ഈ ശിക്ഷാ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഈ സമരം വേണ്ടി വന്നു എന്നുള്ളതാണ്. ശ്രീ ഫ്രെഡി വി ഫ്രാൻസിസ്, BJPയുടെ നിലപാട് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി. ഞങ്ങൾ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്തു, ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അപ്പോൾ ആ നിലയ്ക്കാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന നിലയിൽ പ്രധാനമന്ത്രി യുവാക്കളുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെൽഫെയറും അതുപോലെ തന്നെ ഫ്യൂച്ചറുമാണ് ഏറ്റവും വലുതെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുകയുമാണ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്ന ആ വാദത്തെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? ശ്രീ ഫ്രെഡി, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കണക്ഷൻ ശരിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ ധാരാളം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചാപ്പ കുത്താനോ അതിനെയൊക്കെ അവഗണിക്കാനോ ഒക്കെ സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സമരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ അർദ്ധരാത്രി സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് 2 മന്ത്രിമാർ ഇന്ന് എങ്ങനെയെങ്കിലും ഈ സമരം തീർക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചർച്ചയ്ക്ക് പോകുന്നതും, പിന്നെ പരമാവധി നാളെ ഉച്ചവരെ ഞങ്ങൾക്ക് സമയം തരൂ എന്ന് സമരക്കാരോട് അഭ്യർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പലതരത്തിലുള്ള അടിച്ചമർത്തലുകളാണ് കണ്ടിട്ടുള്ളത്. കർഷക സമരത്തിന്റെ ഒടുക്കം മാത്രമാണ് അതിലൊരു വ്യത്യസ്തമായ കാഴ്ച ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ തരത്തിലും ഇന്നിപ്പോ സുപ്രീം കോടതി തന്നെ ഇന്നലെ എന്ത് ദൃശ്യം എന്ന് ചോദിച്ച സുപ്രീം കോടതി തന്നെ ഞങ്ങൾ ദൃശ്യം കാണുമെന്ന് പറയുന്ന നിലയിലേക്ക് മാറിയല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നത് സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഒരു ഫീഡ്ബാക്ക് അധികാര കേന്ദ്രങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വേണമല്ലോ വിചാരിക്കാൻ. തീർച്ചയായും ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, BJPയുടെ സുഹൃത്ത് പറഞ്ഞു വളരെ ഭംഗിയായി പരീക്ഷ നടത്തിയെന്ന്. ഒറ്റ ചോദ്യം, ആദ്യം പരീക്ഷ എഴുതിയതിൽ 1.25 ലക്ഷം കുട്ടികൾക്ക് രണ്ടാമത് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമോ? അതെന്തുകൊണ്ട്? 1.25 ലക്ഷം കുട്ടികൾ എവിടെ? അവരോട് മാപ്പ് പറയെങ്കിലും വേണ്ടേ? അവരൊക്കെ വളരെ ബുദ്ധിമുട്ടി പഠിച്ചു വന്നതല്ലേ. ഇനി അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ വളരെ കൃത്യമാണ് അഭിലാഷ്. ഈ കുട്ടികൾ സമരം തുടങ്ങുന്നത് അവരുടെ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇവർ പറഞ്ഞു ദേശദ്രോഹികളാണ്, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് വരുന്നു, അമേരിക്കൻ CIA ഏജന്റാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഏത് സമരത്തിനോടെയും ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. രാജ്യദ്രോഹികളാണ്. ഇപ്പൊ രാജ്യദ്രോഹികളോട് ചർച്ച ചെയ്യാമെന്നായല്ലോ. എന്തായാലും അത് നിൽക്കട്ടെ. രാജ്യദ്രോഹികൾ എന്നുള്ള നിലയ്ക്ക് ശത്രു രാജ്യത്തോട് ചെയ്യുന്ന പോലെ സൈന്യത്തെ ഉപയോഗിച്ചു. അതൊക്കെ എന്നിട്ടും ഇവർ ന്യായീകരിച്ചുകൊണ്ടിരുന്ന അതാണ് രാജ്യദ്രോഹികൾ ഇവർ ഞങ്ങളിതാ ഗംഭീരമായി രാജ്യത്തെ കൊണ്ടുപോകുന്നു. എന്തായാലും രാജ്യദ്രോഹികളല്ല എന്നിടത്ത് വന്നു, പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടു. നല്ല കാര്യം. രാജ്യദ്രോഹികളല്ല എന്ന് ഇനിയെങ്കിലും ഒന്ന് പറയണം BJPയുടെ സുഹൃത്തെ. രണ്ടാമത്തെ കാര്യം, ഈ സമരത്തിന്റെ ആ നേർമ, അതിന്റെ ക്ലാരിറ്റി എന്താ? ക്ലാരിറ്റി അനുഭവിച്ച ജനങ്ങൾ, അനുഭവിച്ച കുടുംബങ്ങൾ, കുട്ടികൾ, അവരുടെ സുഹൃത്തുക്കൾ, ഇതിനി നേരിടാൻ പോകുന്ന കുട്ടികൾ. ഇന്നലെ 13 വയസ്സായ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആ കുട്ടി ഇനി പറയാൻ പോകുന്നത് എന്താ? ഞാൻ പങ്കെടുത്ത 3-4 സമരങ്ങളിൽ അതുപോലെയുള്ള കൊച്ചു കുട്ടികൾ വന്നു. അവർ വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എന്ത് ഫ്യൂച്ചറുണ്ട്. ആ ചോദ്യം വളരെ കൃത്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നത് ഒരു പ്രതിപക്ഷ ആവശ്യം പോലുമല്ല, അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ABVPക്ക് പോലും പറയേണ്ടി വന്നില്ലേ ഇതിൽ കുട്ടികളുമായി ചർച്ച ചെയ്യണമെന്ന്?
കുട്ടികളുടെ ആവശ്യം ശരിയാണ് എന്ന്. കാരണം AVP-യിലെ കുട്ടികൾ നാളെ ചോദിക്കും, ഞങ്ങളെ വഞ്ചിച്ചില്ലേ, നിങ്ങൾ എന്തിന് ഞങ്ങൾ പിന്തുണ നൽകി ജയിപ്പിച്ച നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ വഞ്ചിച്ചില്ലേ? ഈ കുട്ടികളിൽ BJP-യുടെ കുടുംബത്തിലെ കുട്ടികളില്ലേ? അവരെന്താ മിണ്ടാതിരിക്കണോ? ഞാൻ പറഞ്ഞു വന്നത്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കൃത്യമായ കർഷക സമരത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്, കൃത്യമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആവശ്യത്തിന് പ്രതിപക്ഷ കക്ഷികളുടെ ഭരണത്തിലുള്ള ആളുകളുടെ പോലും പലരുടെയും മാനസികവും അല്ലാതെയുമുള്ള പിന്തുണ വരുന്നു. അതിനെ ഇനി നിങ്ങൾ ദേശദ്രോഹം എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ജനങ്ങൾ അങ്ങനെ കണക്കാക്കുന്നില്ല എന്ന് ഗവൺമെന്റിന് എന്ത് പ്രചരണവും നേരിടാൻ അവർ തയ്യാറായി. അക്രമങ്ങളെ അവർ നേരിട്ടു, ഈ പറഞ്ഞ പോലെ ഗുണ്ടായിസ് നേരിട്ടു. അവരാണ് യഥാർത്ഥ ദേശസ്നേഹികൾ. കാരണം ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനത്തിലെ വിശ്വാസ്യത എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം വരും തലമുറയുടെ ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹമാണ് കണ്ടത്. അതുകൊണ്ട് ദേശസ്നേഹികൾ എന്ന് ഇവരെ വിളിക്കുകയും എന്നിട്ട് ദേശദ്രോഹി എന്ന് പറയുന്ന അതിന് ഉത്തരവാദിയായ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് അദ്ദേഹം രാജിവെക്കുകയും ചെയ്യണം. കാരണം സുപ്രീം കോടതി ഇപ്പൊ മാറി. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, സുപ്രീം കോടതി മാറി, പൊതുസമൂഹം മാറി, BJP-യുടെ അകത്ത് തന്നെ അസ്വസ്ഥത വന്നു. അത് വരുത്തും. അതാണ് ശരിയായൊരു സമരത്തിന് ഗാന്ധിയൻ സമരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഗാന്ധിയൻ സമരം. ഈ സമരം രാജ്യത്തിന് ചില മാതൃകകൾ നൽകുന്നുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഈ ചെറുപ്പക്കാർ, അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മുമ്പ് ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തവർ ആയിരിക്കില്ല. ഐസയുടെയും SFIയുടെയും AISF-ന്റെയും ഒക്കെ പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു സംഘടനയുടെയും ഭാഗമാകാത്ത ആളുകൾ CJP എന്ന പ്ലാറ്റ്ഫോമിൽ ഒഴുകി വന്നു. അവർ മർദ്ദനമേറ്റു, അവിടെ തന്നെ നിന്നു, വീണ്ടും അടിക്കാൻ പോലീസിനോട് പറഞ്ഞു. അവർ ജന്തർ മന്ദറിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടില്ല. അവരുടെ കൺവിക്ഷൻ വളരെ വലുതാണ്. അത് തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ വലിയ തോതിൽ 15-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം കുട്ടികളും അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ അവർക്ക് ആ കൺവിക്ഷൻ ഉണ്ടെന്ന് ബോധ്യപ്പെടും. ഇത് ഒരു രാഷ്ട്രീയ പ്രക്രിയയായി മാറുമോ? ഈ സമരത്തിന് എന്ത് മാതൃകയാണ് മുഖ്യധാര കക്ഷികൾക്ക് കാണാൻ കഴിയുന്നത്? അഭിലാഷേ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള പല മുന്നേറ്റങ്ങളും ഇങ്ങനെ ചെറിയ നിമിത്തങ്ങളിൽ ആരംഭിക്കുന്നതാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ JP മൂവ്മെൻറ്റ്, സമ്പൂർണ്ണ വിപ്ലവം 1974 ഗുജറാത്തിൽ ഒരു കോളേജ് ഹോസ്റ്റലിൽ അവരുടെ ഈ പറഞ്ഞ ഹോസ്റ്റൽ ഫീ, ഭക്ഷണത്തിൻ്റെ ചാർജ് 20% വർദ്ധിപ്പിച്ചു എന്നുള്ള പേരിലാണ് അത് ആരംഭിച്ചത്. അവിടെ നിന്നാണത് പടർന്ന് പന്തലിച്ചത്. അപ്പോൾ പല പ്രക്ഷോഭങ്ങളുടെയും നിമിത്തമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വളരെ കനപ്പെട്ട ഗഹനമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സാന്നിധ്യം അങ്ങനെയൊന്നും വേണ്ടതില്ല. മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ അന്തരമുള്ളതായിട്ട് ഭവിച്ചിരിക്കുകയാണ്. പല വിജയങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേറ്റങ്ങളും ഒക്കെ ഈ പറഞ്ഞ സാങ്കേതിക വിജയം മാത്രമാണ്. താഴെത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അരക്ഷിതാവസ്ഥ എന്നൊക്കെ പറയുന്നത് അത് അതിഭയാനകമായ രീതിയിൽ ജനങ്ങളുടെ മനോവീര്യത്തെ കാർന്നു തിന്നുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ മനസ്സിൽ അടക്കി പിടിച്ച് വച്ചിരുന്ന ഒരു ക്ഷോഭമുണ്ടല്ലോ, ആ ക്ഷോഭം അണപൊട്ടി ഒഴുകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ കോക്രോച്ച്, ഈ പറഞ്ഞ പാറ്റ എന്നുള്ള പ്രകാരം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ആക്ടിവിസ്റ്റ് ആളുകളായിട്ടും ഈ പറയുന്ന പത്രപ്രവർത്തകരായിട്ടും മാറുന്നു. അവർ കോക്രോച്ചുകളാണ്, അവർ പാറ്റകളാണെന്നൊരു പ്രയോഗത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, വികസ്വര രാജ്യത്ത്, ഒരു ശരാശരി കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവർ നെയ്തു കൂട്ടുന്നത് ആ കുടുംബത്തിലെ ഒരു മകൻ്റെയോ മകളുടെയോ ചുറ്റുമാണ്. ആ മക്കളുടെ വിദ്യാഭ്യാസമാണ് അവർക്ക് ഭാവിയിലേക്കുള്ള പാസ്പോർട്ടായിട്ട് അവർ കരുതുന്നത്. അപ്പോൾ അങ്ങനെ കരുതുന്ന ആ കുടുംബം അവരുടെ എല്ലാ വിഭവങ്ങളും അവർ ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കുകയാണ്. അങ്ങനെ മുടക്കി അവർ കാത്തിരിക്കുമ്പോൾ ഈ ചോദ്യപേപ്പർ ഇങ്ങനെ ചോരുന്നു, പണം കൊടുക്കുന്നവന് ഈ രൂപത്തിൽ ഈ ചോദ്യപേപ്പർ കിട്ടുന്നു. ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷോഭമുണ്ട്.
ആ ക്ഷോഭത്തെ നമുക്ക് വേണമെങ്കിൽ UAPA പോലുള്ള കരിനിയമങ്ങളിൽ വേണമെങ്കിൽ തളച്ചിടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ജന്തർ മന്ദിറിൽ വന്ന് അവിടെ കുത്തിയിരിക്കുന്ന അവരൊക്കെ അവരുടെ ഓരോ രീതികളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു പരസ്പര സഹകരണ, അവിടെ കൊടും ചൂടാണ്, അതായത് ഉഷ്ണമാണ്. ഈ ഉഷ്ണത്തിൽ അവർ പരസ്പരം, അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഈ സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് അവർ പരസ്പരം ഇങ്ങനെ വീശിക്കൊണ്ട് അവിടെ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു തലം അവർ സൃഷ്ടിക്കുകയാണ്. പിന്നെ ഓരോരുത്തരും വരും, പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് പാടുന്നു, കഥ പറയാൻ കഴിയുന്നുള്ളവർ കഥ പറയുന്നു, പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ പെയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാലത്തെ രോഷത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ, വേദനയുടെ ഒരു പ്രതിഫലനമാണ്. ഇവിടെയാണ് നമ്മുടെ സർക്കാരിന് തെറ്റുപറ്റിയത്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളെപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഇവിടെ സംസാരിച്ച ചില ആൾക്കാരുടെ ധ്വനിയിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇഴകോർക്കുന്ന ഈ മുന്നേറ്റങ്ങൾക്ക് മാത്രമേ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളൂ, അല്ലെങ്കിൽ അതിലൊക്കെ രാഷ്ട്രീയതയാണ്, അതല്ലെങ്കിൽ ആരുടെയും ഗൂഢാലോചനയാണ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ അവഹേളിക്കലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വമായിട്ട് നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവശക്തിയുടെ ഒരു സാന്നിധ്യമാണ്. ആ യുവശക്തി തങ്ങളുടെ പ്രതിഷേധം സംഘടിതമായി പ്രകടിപ്പിക്കുമ്പോൾ അവർ ഏതോ വിദേശ ശക്തികളുടെ കയ്യിലെ പാവയാണ്, കണ്ണിയാണ് എന്നൊക്കെ പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സാധാരണഗതിയിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ മര്യാദ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് മേൽനോട്ടം വഹിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ സ്ഥാനം ഒഴിവാക്കുക, അദ്ദേഹത്തെ അതിന് സജ്ജമാക്കുക. ഇപ്പോൾ മോഡി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മോഡി ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലെങ്കിൽ പോലും നമ്മൾ അനുമാനിക്കുന്ന ചില കാര്യമുണ്ട്. അതായത് 56 ഇഞ്ചുള്ള കരുത്തനാണ് മോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തൻ്റെ സഹപ്രവർത്തകനായ ധർമ്മേന്ദ്ര പ്രധാനെ കൈയൊഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബലി കൊടുക്കാൻ നിർബന്ധിതനാകുകയാണെങ്കിൽ തൻ്റെ ഈ 56 ഇഞ്ച് ചുരുങ്ങിപ്പോവുകയോ തനിക്കുണ്ട് എന്ന് പറയുന്ന വലിയൊരു അപ്രമാദിത്വം അത് ഇടിഞ്ഞു പോകുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോഡി എന്നുള്ള ഭരണാധികാരിയുടെ കാർക്കശ്യം കുറഞ്ഞ് ഈ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ്സായിട്ടുള്ള ഈ ധാർഷ്ട്യം കടപഴകി പോകുമോ എന്നുള്ളതാണ് ഇവരുടെ മുമ്പുള്ള ആശങ്ക. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഇപ്പം ഈ പറയുന്ന കർഷകരുടെ പ്രക്ഷോഭം വന്നപ്പോൾ അവരിവിടെ എത്ര മാസങ്ങൾ ഈ ഡൽഹി അതിർത്തിയിൽ തമ്പട്ടിച്ചിട്ട് ഈ മോഡിയെ മുട്ടുകുത്തിച്ചിട്ടല്ലേ അവർ തിരിച്ചു പോയത്. അവരുടെ കുടുംബങ്ങളെ പോലും അവർ ചിന്തിച്ചു. മഴയാണേലും വെയിലാണേലും ചൂടാണേലും ഇവിടെ കടന്ന് അവർ പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ പുതിയ ഏടുകൾ എഴുതി ചേർത്തു. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു ചരിത്ര നിർമ്മിതിയാണ് ഇപ്പോൾ ജന്തർ മന്ദിർ നടക്കുന്നത്. അതിൽ ഭാഗവാക്കാകാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകം. തീർച്ചയായും. ശ്രീ മനുപ്രസാദ്, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ധാരാളം വീഡിയോകൾ ഞാൻ കണ്ടു ഈ സമരവുമായി ബന്ധപ്പെട്ട്. അതിലൊരു BJP-യുടെ കാര്യകർത്താവ്, BJP-യുടെ ഐഡന്റിറ്റി കാർഡൊക്കെ ഉള്ള മനുഷ്യവരാണ്. നേരത്തെ മനുപ്രസാദ് പറഞ്ഞില്ലേ, ഒരു പരീക്ഷ പോയാൽ എന്താ, നമ്മൾ അടുത്ത പരീക്ഷ നടത്തിയില്ലേ എന്ന്. അദ്ദേഹം പറയാണ്, എൻ്റെ കുട്ടിയെ 5 ലക്ഷം രൂപ മുടക്കി ഞാൻ പഠിപ്പിച്ചു, അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞു, അപ്പോഴാണ് ആ പരീക്ഷ റദ്ദാക്കി എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പഠിപ്പിക്കണം, ബാക്കിയുള്ള ദിവസത്തേക്കുള്ള കോച്ചിങ് നടപ്പാക്കണം. ഒരു കുട്ടി, അയാള് മെഡിക്കൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയ സന്തോഷത്തിൽ വാരാണസിയിൽ നിൽക്കുന്ന സമയത്താണ്, അതായത് യോഗ്യത നേടി എന്നറിഞ്ഞ് സന്തോഷത്തിൽ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ പോയി അവിടെ നിൽക്കുന്ന സമയത്താണ് ഇത് റദ്ദാക്കുന്നു എന്ന വാർത്ത വരുന്നത്. എങ്ങനെയാണ് ഹൃദയം തകർന്നു പോയതെന്ന് അയാൾ വിശദീകരിക്കുന്നത്. 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ചില്ലറ കാര്യമല്ല. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? അപ്പോൾ ഒരു ജനറേഷനെ ആകെ തന്നെ അവരെ ഇല്ലാതാക്കി കളയുന്ന വിധത്തിൽ, അവരെ മാനസികമായി തകർക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. CBSE-യുടെ 12ാം ക്ലാസ് പരീക്ഷയിൽ എന്താ സംഭവിച്ചത്? മൂല്യനിർണ്ണയത്തിന് എന്താ സംഭവിച്ചത്? CBSE-യുടെ 12ാം ക്ലാസ് പരീക്ഷ എത്ര ലക്ഷം കുട്ടികളാണ് എഴുതിയത്? അപ്പോൾ ഒരു ജനറേഷനെ ആകെ തന്നെ സർജിക്കൽ സ്ട്രൈക്കിന് വിധേയമാക്കുന്ന വിധത്തിലായിരുന്നു ഈ വിഷയം.
അപ്പൊ അതിന്റെ ഉത്തരവാദിയായ ആൾ, അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്നത് ഏറ്റവും മിനിമം അല്ലേ? ആ ബെയർ മിനിമം നടപ്പാക്കി കൊടുത്തിട്ട് വേണ്ടേ അവരോട് സംസാരിക്കാൻ? നിങ്ങളുടെ ആങ്സൈറ്റി ഞങ്ങൾ അഡ്രസ് ചെയ്തു എന്നൊരു ജനാധിപത്യ സർക്കാർ പറയേണ്ടത് ഉത്തരവാദപ്പെട്ട ആളെ ഒഴിവാക്കിയ ശേഷമല്ലേ? അതല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ല, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തെ നിരവധി അങ്ങ് സൂചിപ്പിച്ച കണക്കിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ, അതോടൊപ്പം തന്നെ വളരെ ആശങ്കയോടുകൂടി സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം, ആ സംഭവത്തിന് എന്നേക്കുമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ളൊരു ഉത്തരം. അല്ലെങ്കിൽ ഒരു മന്ത്രിയെ മാറ്റിക്കൊണ്ട് തൽക്കാലം മുഖം രക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി ഓക്കെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാം. അപ്പോഴും താഴെത്തട്ടിലെ ഇത്തരം ക്രമക്കേടുകൾ, കള്ളന്മാർ, കളവ് ചെയ്യുന്നവർ വ്യാപകമായിട്ടുണ്ടാകും. കാരണം അതുണ്ടായി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് അഭിലാഷിന് അറിയാതിരിക്കുന്നത് ഞാൻ പറയുന്നു. എല്ലാ സ്ഥലത്തും UPയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി ചോർത്തിക്കൊടുത്ത് ആളുകൾ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല, ഒരു MBBS സീറ്റിൻ്റെ പ്രതീക്ഷ പോലും ഉണ്ടാവാതിരുന്ന കാര്യം. പക്ഷേ ഒരു പേപ്പർ ചോർന്നു, ആ ചോർത്തിക്കൊടുത്തവർ കൊണ്ടുപോയി ഉത്തരമെഴുതി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ചോർത്തിയാൽ ലിസ്റ്റിൽ ഇടം കിട്ടും എന്ന സാഹചര്യം വന്നാൽ മനോവിഷമത്തോടു കൂടിയാണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം സംഭവിക്കുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിച്ചു. ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ അടുത്ത പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതി. ഏറ്റവും കൂടുതൽ നീറ്റ് പരീക്ഷയിൽ കുട്ടികൾ എഴുതുന്നത് ഇതായിരിക്കുമെന്നാണ്, നിങ്ങൾക്ക് തിരുത്താൻ വേണമെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ പരീക്ഷ നടത്തി. പരീക്ഷ നടത്തുന്ന സമയത്ത് നേരത്തെ ഇവിടുത്തെ ഒരു പരിസ്ഥിതി പ്രതി ആം ആദ്മി പാർട്ടിയുടെ നേതാവൊക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചു. എന്താണ്, പരീക്ഷ എഴുതാൻ പറ്റാത്ത കുറച്ചുകൾ പോയിട്ടുണ്ട്, പരീക്ഷ രജിസ്റ്റർ ചെയ്ത് എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ചില സമരങ്ങൾ കാരണം പരീക്ഷാ ഹാളിലേക്ക് സമയത്ത് എത്താൻ പറ്റാതെയും അല്ലാതെ സ്വാഭാവികമായിട്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നീറ്റ് പരീക്ഷ നമ്മൾ ഓരോ വർഷവും എടുത്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ കുട്ടികളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തിൻ്റെ ശരിയായ പരിഹാരം ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കുന്നതല്ല. മന്ത്രി നേരിട്ട് മന്ത്രിയുടെ ഏതെങ്കിലും ഒരാളെ മരുമകനെയോ ചിറ്റപ്പൻ എന്ന നിലയിൽ ആരെയെങ്കിലുമൊക്കെ പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുത്തിയാൽ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ മന്ത്രിയുടെ ആരെയും പിടിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടില്ല. മന്ത്രി ആർക്കും പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തിട്ടില്ല. ഇനി പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിലടച്ചു. ആ സംവിധാനത്തെ മുഴുവൻ ഇടപെടരുത്. ഞാൻ കാണിക്കുന്ന നിശബ്ദതയും മര്യാദയും തിരിച്ച് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കതാവാം, കാരണം ജനാധിപത്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. ഇത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം സ്വീകരിച്ച് നുണകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ മര്യാദ തിരിച്ചു കിട്ടില്ല. നീറ്റ് പേപ്പർ UPA കാലത്ത് ഒരെണ്ണം ലീക്ക് ആയത് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ശരി, ആവർത്തിച്ച് നുണകൾ പറഞ്ഞാൽ ചോർച്ച ചെയ്യപ്പെട്ടു കോൺഗ്രസ് കാലത്ത് എന്ന് അങ്ങ് പറഞ്ഞു. നീറ്റ് 2013 ഞങ്ങളുടെ കാലത്തേക്കാൾ പേപ്പറുകൾ നിങ്ങളുടെ കാലത്ത് ചോർത്തപ്പെട്ടു എന്നങ്ങ് പറഞ്ഞു. 16 പേപ്പറുകളാണ് മെഡിക്കൽ രാജ്യവ്യാപകമായി നിങ്ങളുടെ കാലത്ത് ചോർന്നത്. അതായത് 100% വീണ്ടും പറയും. പിന്നെ അങ്ങ് പറഞ്ഞു ഏതോ എക്സാമിന് കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ പേരിൽ വൈകി എത്തിപ്പോയത്രേ ഏത് വിദ്യാർത്ഥി, ഏത് കോൺഗ്രസ് സമരം. വെറുതെ ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ഗീബൽസുമായി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ അതിൽ ഇടപെടാൻ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അതിൽ ഇടപെടാൻ തന്നെയാണ് തീരുമാനം. അത് ഇടപെട്ടേ പോവുകയും ചെയ്യുകയുള്ളൂ. ശരി, ഓക്കെ, പറയൂ, ബാക്കി പറയൂ. അല്ല, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ശരി, പറയൂ, ബാക്കി പറയൂ. ഞാൻ സൂചിപ്പിക്കാം അഭിലാഷ്. കർണാടകയിൽ നടന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സമരം കാരണം കുട്ടികൾക്ക് അവിടെ എത്താൻ പറ്റാതെ, നീറ്റ് പരീക്ഷയുടെ സമയത്ത് എത്താൻ പറ്റാതെ എഴുതാൻ പോയ കുട്ടികൾ ചരിത്രപരമായിട്ടുണ്ട്. ഇനി അവർ ചോദിച്ചുകൊണ്ട് 2006 എയിംസിന്റെ MBBS പേപ്പർ ലീക്ക് കോൺഗ്രസ് UPA ശ്രമം ഒരു നടപടി എടുത്തില്ല, ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരുന്നില്ല. 2009 ഹരിയാനയിലെ ടീച്ചർ റിക്രൂട്ട്മെന്റ് കോൺഗ്രസ് ഒരു നടപടി എടുത്തില്ല, ഒരു തീരുമാനവും ഉണ്ടായില്ല, ഒരു സംവിധാനങ്ങളും മുന്നോട്ട് പോയില്ല. 2011 പേപ്പർ ലീക്ക് കോൺഗ്രസ് UPA സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല. 2011 UPPSCSന്റെ ഒരു പേപ്പർ പോർച്ച BSPയുടേതാണ്, ഒരു സംസ്ഥാനത്തെയാണ്, ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല. എയിംസ് MBBS 2012 UPA സർക്കാർ ഒരു നടപടിയില്ല. 2012 റെയിൽവേ ഗ്രൂപ്പ് D റിക്രൂട്ട്മെൻറ്റ് UPA സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ മുംബൈയിലെ യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ ചോർച്ചകൾ കോൺഗ്രസ് 2012 ഒരു നടപടി എടുത്തിട്ടില്ല. 2012 ജമ്മു കാശ്മീർ മെഡിക്കൽ അഡ്മിഷൻ നാഷണൽ കോൺഫറൻസ് അവിടെ ഭരിക്കുന്നു, ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു തീരുമാനം എടുത്തിട്ടില്ല.
2013 കർണാടക PUC കോൺഗ്രസ് സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. 2014 CBSE ക്ലാസ് +2 പരീക്ഷ ഞാൻ പറയാം. 2014 CBSE ക്ലാസ് +2 ഫിസിക്സ് കോൺഗ്രസ് UPA ഗവൺമെന്റ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, ഒരു മന്ത്രിയും രാജിവെച്ചിട്ടില്ല. 2015 UPPCS സമാജ്വാദി പാർട്ടിയാണ്, അത് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞോട് അത് പറയാം. അതുപോലെ തന്നെ 2021 റീറ്റ് കോൺഗ്രസ് രാജസ്ഥാനിൽ ഒരു നടപടി എടുത്തിട്ടില്ല. ഇനിയും പറഞ്ഞാൽ തീർക്കരുത്, പൂർത്തിയാക്കാനുണ്ട്, അങ്ങനെ ഇടപെട്ട് കൊളാക്കിയതാണ് ഒരാൾ. ഇങ്ങനെ ഇനിയും പറഞ്ഞാൽ തീരാത്ത പേപ്പർ ലീക്കുകളും ആത്മഹത്യകളും വ്യാപകമായി നടന്ന നാടാണ് നമ്മുടേത്. പക്ഷെ ഇപ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറ്റക്കാരെ പിടിച്ചു, ജയിലിലടച്ചു, ഇനിയും ബാക്കിയുള്ളവരെ പുറത്താക്കാൻ തീരുമാനിച്ചു. ഇവിടെ ശിക്ഷാ നടപടിയും അതിവേഗ കോടതിയും കൊണ്ടുവന്നു. അല്ലല്ല, ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു, രാജേഷ് പറഞ്ഞു, അല്ലല്ല അതുകൂടെ പറഞ്ഞില്ലേ പറ്റൂ. ഇവിടുത്തെ ബഹുമാനപ്പെട്ട MP ജോൺ ബ്രിട്ടാസ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ അടിയന്തരാവസ്ഥ സമരങ്ങളുടെ മൂവ്മെന്റിനെ കുറിച്ച്, JME മൂവ്മെന്റിനെ കുറിച്ച്, ആ സമരത്തേക്ക് ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിലാണ് ഒരു കൂട്ടരുള്ളതെന്നല്ല നമുക്കറിയാം. ആ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ഈ സമരങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ആളുകളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അവർക്ക് ABVP ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കും, കാണും, അതിൽ ഒരു അഹങ്കാരവുമില്ല. പക്ഷേ പ്രശ്നം ഒരാളുടെയും രാഷ്ട്രീയത്തിന്റെ ചട്ടുകമായി നിന്ന് കൊടുക്കില്ല. ശരിയായ വിഷയം പരിഹരിക്കും. ഇതിനുള്ള ഉത്തരം പറയണം. കേന്ദ്ര കേരളത്തിലെ PSC അതിനും കൂടി ഉത്തരം പറയാം. രാജിവെക്കണോ മുഖ്യമന്ത്രി? കഴിഞ്ഞല്ലോ, ഇനി പറയാലോ. ശരി, പറയാം. അദ്ദേഹം ഒരു ഡസൻ നുണകൾ പറഞ്ഞുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. ഇനി അടുത്ത എയിംസ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് 2006 ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ എയിംസ് പേപ്പർ ലീക്ക് 52 ചാർജ് ഷീറ്റഡ് 52 ചാർജ് ഷീറ്റ് താങ്കൾ പറഞ്ഞപ്പോ അദ്ദേഹം വായിക്കല്ലേ മനു പറഞ്ഞ ശുദ്ധ നുണ, അത് പൊളിക്കുക, കേക്ക്, അത് കേൾക്കാനുള്ള ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. 2006 എയിംസ് പേപ്പർ ലീക്ക് 52 ചാർജ് ഷീറ്റ് 52 ചാർജ് ഷീറ്റ് എയിംസ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് 2006 അന്നത്തെ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചു. ആ 52 ചാർജ് ഷീറ്റിലായി പുതുച്ചേരിയിലെ പ്രൊഫസർ അടക്കം, പുതുച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അടക്കം 38 പേർ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടു. ആ 38 പേരിൽ 26 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവർ ശിക്ഷ അനുഭവിച്ചു. 2006 ടൈംസ് ഓഫ് ഇന്ത്യയുടെ കണക്ക്. ഇനി അങ്ങ് പറഞ്ഞത്, അങ്ങിങ്ങനെ ഒരു ഡസൻ വേണമെങ്കിൽ അതാത് പത്ര റിപ്പോർട്ടുകൾ എടുത്ത് ഞാൻ പൊളിച്ചു തരാം. അതിന്റെ ആവശ്യമില്ല, കാര്യം മനസ്സിലാവുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, അങ്ങേക്ക് വാതോരാതെ അങ്ങേക്ക് 15 പേപ്പറിൽ കൂടുതൽ പറയാൻ പറ്റില്ല. മനു 158 പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെട്ടു. അങ്ങേക്ക് ഉത്തരം പറയണ്ട. നിങ്ങളുടെ പോഷക സംഘടനയായ ABVPക്ക് ഉത്തരം കൊടുക്കുക. അങ്ങേക്ക് ഉത്തരം പറയണ്ട. അങ്ങേക്ക് ഉത്തരം പറയണ്ട. നിങ്ങളുടെ മുൻ മന്ത്രിസഭാംഗമായ മുരളി മനോഹർ ജോഷിക്ക് ഉത്തരം കൊടുക്കുക. നിങ്ങൾ നോണ പറയുന്നത് ഏത് റാലിയാന്ന് സിറിയൊക്കെ ചോദിച്ചു. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ് വായിക്കുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വിളമ്പുക ആ ശുദ്ധ നുണയെ അതേ അർത്ഥത്തിൽ എനിക്ക് അങ്ങയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. മനു, എനിക്ക് അങ്ങയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങൊരു നുണ പറഞ്ഞു, അങ്ങ് ആവർത്തിച്ച നുണ ആവർത്തിച്ചു, എന്നിട്ട് ആ നുണയുടെ വർഷവും പറഞ്ഞു. ഞാൻ ആ നുണയെ അന്നത്തെ പത്ര റിപ്പോർട്ട് വെച്ച് പൊളിക്കുമ്പോ അങ്ങേക്ക് സ്വാഭാവികമാണ് മനു, സ്വാഭാവികമാണ്. അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ച അവസാനത്തെ നിമിഷങ്ങളിലാണ്. ഫ്രെഡി വി ഫ്രാൻസിസ് CJPയുടെ നിലപാട് പറയും. നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ 3:30 മന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും CJPയുടെ മുന്നോട്ട് പോക്ക്? നമ്മൾ പറഞ്ഞ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ ആവശ്യമായിട്ടാണ് മുമ്പോട്ട് വന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം
നമ്മളുടെ ലീഡേഴ്സ് പറയുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശം. അവർ മുമ്പോട്ടാണെങ്കിൽ അവർ കൂടെ മുമ്പോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് എനിക്കൊരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കുട്ടികൾ ഇതിലേക്ക് വന്നു എന്നുള്ളത്. ഒരു കുട്ടിയുടെ ടീനേജിന്റെ സമയത്തിന്റെ ഒരു ടീനേജർ ആയിട്ടൊരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ സമയം ഇതേപോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. 13 വയസ്സ് മുതൽ ഏകദേശം 15-16 വയസ്സ് വരെ 17 വയസ്സ് വരെ ഏകദേശം ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ലൈഫിന്റെ ഏറ്റവും ബെസ്റ്റ് സമയമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നമ്മൾ ചെലവാക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാം ഹോളിലേക്ക് ചെല്ലുമ്പോൾ പരീക്ഷ പേപ്പർ ചോർന്നു എന്ന് പറയുമ്പോൾ എത്ര വർഷത്തെ കഠിനാധ്വാനമാണ് ഇല്ലാതാവുന്നത്. വളരെ നിസാരവൽക്കരിച്ച് പലരും പറയുന്നത് കേട്ടു. ഇപ്പോ അത് 2ാമത് എഴുതി കഴിഞ്ഞാൽ, ഇന്ന് നിർമ്മല സീതാരാമന്റെ ഒരു സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു, 2ാമത് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ പെർഫോമൻസ് അല്ലെങ്കിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഇത്രയും സമ്മർദ്ദത്തിലായ കുട്ടികളെ അവരുടെ ഒരു എഫേർട്ടിനെ എല്ലാം നിസ്സാരവൽക്കരിക്കുന്ന പല കാര്യങ്ങളുമാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നു. ശരി, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ എന്ത് സംഭവിക്കുന്നുള്ളത്. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പാൻഡേ വംശാംശം. നമസ്കാരം.